السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين الذي لا إله إلا هو عليه توكلت وإليه أنيب. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العلي العظيم. وقال نبينا ومنجينا ومرشدنا مصطفانا محمد صلى الله عليه وسلم إني لم أبعث لعانا وإنما بعثت رحمة. صدق رسول السيد المصطفى الأمين وعلى آله وصحبه أجمعين. محمد أشرف الأعراب والعجم محمد خير من يمشي على قدم محمد باسط المعروف جامعه محمد صاحب الإحسان والكرم مولاي صل وسلم മക്കാമണൽ തട്ടി ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടു. അറിവിന്റെ കേദാര ഭൂവി കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടു. അറിവിന്റെ കേദാര ഭൂവി കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ വഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖമിന്നെന്റെ കൽബിൽ കണ്ടു. പൂമുഖമിന്നെന്റെ കൽബിൽ കണ്ടു. മക്കാമണൽ തട്ടിൽ ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്ന് ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാര ഭൂവി കണ്ടു.
കേദാരഭൂവി കണ്ടു. ഏറ്റവും സമാധാനം നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹോദരീ സഹോദരന്മാരെ, ഉന്നതന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമം ഒരു സ്വാലിഹായ സൽക്കർമ്മമായി അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവൽ മാസത്തിൽ ബഹുമാനപ്പെട്ട ലോകഗുരു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവദാനങ്ങൾ പറഞ്ഞുകൊണ്ട് മദ്ഹ് പ്രകീർത്തനങ്ങൾ പാടിക്കൊണ്ട് നാം ഒരുമിച്ച് കൂടിയത് അല്ലാഹു വലിയ ഒരു സൽക്കർമ്മമായി സ്വീകരിക്കട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രീതി കരസ്ഥമാക്കാൻ, മഹബ്ബത്ത് കരസ്ഥമാക്കാൻ അല്ലാഹു ഇതൊക്കെ ഒരു സബബാക്കി, ഒരു കാരണമാക്കി അല്ലാഹു നമ്മിൽ നിന്നും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, നല്ലൊരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ നാളെ റബീഉൽ അവ്വൽ 12 ആണ്. അതായത് 1499 വർഷങ്ങൾക്ക് മുമ്പ് ലോകം മുഴുവൻ കാത്തിരുന്ന ഒരു പിറവിയുടെ സുദിനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അതിരറ്റ് സ്നേഹിക്കാൻ, ഒരുപാട് മഹബ്ബത്ത് വെക്കാൻ, അവിടുത്തോട് അനുധാവനം ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പുണ്യനബി എന്നത് വിശാലമായ ഒരു വിഷയമാണ്. നമ്മളൊക്കെ, നമ്മുടെ കുട്ടികളൊക്കെ പാടുന്ന ഖസീദത്തുൽ ബുർദയുടെ രചയിതാവായ ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ലോകത്തെ സകല മരങ്ങൾ പേനകളാക്കി മാറ്റിയാലും, ലോകത്തിലെ സമുദ്രജലം ഉൾപ്പെടെ സകല ജലവും മഷിയാക്കിയാലും, അതുപയോഗിച്ച് എഴുതുകയാണെങ്കിൽ എന്റെ ഹബീബിനെ കുറിച്ച് എഴുതാൻ ഈ ലോകത്തൊരു വൃക്ഷവും ഒരു ജലവും തികയില്ല എന്ന് ഇമാം ബുസൂരി റളിയല്ലാഹു തആല അൻഹു. മഹാന്മാരായ ഇമാമികൾ അങ്ങനെ പറയുമ്പോൾ പിന്നെ നമുക്കൊക്കെ പറയാൻ എത്ര കഴിയില്ല. അത്രയോളം വിശാലമായിട്ടാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഈ ലോകം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എങ്കിലും ക്ഷണിക്കപ്പെട്ട സ്ഥിതിക്ക്, നിങ്ങളിവിടെ ഇരിക്കുന്ന സ്ഥിതിക്ക് 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ വാക്കിൽ ഉപസംഹരിക്കാം. നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ്? എന്താണ് നബി? ആരാണ് നബി? എന്താണ് നബിയുടെ മഹത്വം എന്നൊക്കെ നമുക്ക് മനസ്സിലായത് വിശുദ്ധമായ ഖുർആന്റെ അകത്തളങ്ങളിലൂടെയാണ്. ആ ഖുർആനിന്റെ വെളിച്ചത്തിൽ കൂടി, ഹദീസിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് നാം നബിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് എതിർക്കപ്പെടാൻ കഴിയാത്ത ഒന്നാണ് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം എന്നത്. അതിനാദ്യം മാതൃക കാണിച്ചു തന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു തന്നെയാണ് ആദ്യം നമുക്ക് മാതൃക പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ പ്രവാചക നിയോഗത്തെ കുറിച്ച് ഒരുപാട് സൂചനകൾ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഖുർആൻ ഇങ്ങനെ പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ച വ്യത്യസ്ത രൂപത്തിലാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വ്യക്തമായ ഒരു വചനമുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم. لقد من الله على المؤمنين. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിന്റെ അകത്തളങ്ങളിലൂടെ പറയുകയാണ്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അല്ലാഹു പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന്റെ നെറുകയിലേക്ക് വലിയ ഒരു അനുഗ്രഹം നൽകുകയാണ്. ലഖദ് മന്നല്ലാഹു, അല്ലാഹു അനുഗ്രഹം നൽകുകയാണ്, അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് നൽകുകയാണ്. സത്യവിശ്വാസികൾക്ക് ഒരു അനുഗ്രഹമാണ്, വലിയൊരു അനുഗ്രഹമാണ്. എന്താണ് അനുഗ്രഹം? ഇത് ബഅസ ഫീഹിം റസൂലാ, പ്രവാചകനെ നിയോഗിച്ചത്, പ്രവാചകനെ ഒരു മനുഷ്യനായി ഭൂലോകത്തോട്ട് നിയോഗിച്ചത് അതൊരു അനുഗ്രഹമാണ്, അതൊരു വലിയ നിഅമത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അനുഗ്രഹങ്ങളിൽ വലുതാണ്. അല്ലാഹു പറഞ്ഞ ഒരു കാര്യം, ലഖദ് മന്നല്ലാഹു. ശ്രദ്ധിക്കണം, ലഖദ് മന്നല്ലാഹു. ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ, അതേ പ്രകാരം ഈ ഖുർആനിന്റെ തഫ്സീർ പരിശോധിച്ച് നോക്കിയാൽ അല്ലാഹു പറഞ്ഞത് മന്ന എന്നാണ്. നിഅമത്ത് ഒരുപാട് വാക്കുണ്ട്, വേറെയും റഹ്മത്ത് എന്ന വാക്കുണ്ട്. അതൊക്കെ ഒഴിവാക്കി ഈ ഭാഗത്ത് അല്ലാഹു പറഞ്ഞത് മന്ന എന്നാണ്. എന്താ മന്നന്റെ അർത്ഥം? മുഫസ്സിരീങ്ങൾ കൃത്യമായി പറയുന്നു, മന്ന എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തെ വെറുതെ കൊടുക്കാനാണ്. അതിൽ കാണാൻ കഴിയും വഹബ നിഅമത്തൻ ത്വയ്യിബ എന്നാണ്.
കൊടുക്കുക. നമ്മുടെ കപ്പലിലൊക്കെ ഉണ്ടാവും ആക്രി സാധനങ്ങൾ ഉണ്ടാവും. അത് ആക്രി കടക്കാരൻ വന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് മന്ന എന്ന് പറയാൻ പറ്റൂല. കാരണം വെറുതെ കൊടുക്കലല്ല, അത് കായ് കൊടുക്കാണ്. എന്നാൽ പാവങ്ങൾ ആരെങ്കിലും ഒക്കെ വരും നമ്മുടെ മുമ്പിൽ. പാവങ്ങൾ വരുമ്പോ നമ്മൾ വീട്ടിൽ ഒരാവശ്യമില്ലാത്തൊരു സാധനം എടുത്ത് ഒലിക്ക് കൊടുത്തു, അതിനും മന്ന എന്ന് പറയാൻ പറ്റൂല. എന്നാൽ വളരെ സ്വാദ് വന്നപ്പോ ശുദ്ധമായ നല്ലൊരു സാധനം എടുത്തിട്ട് ഒലിക്ക് കൊടുത്തു, അതിനും മന്ന എന്ന് പറയാൻ പറ്റൂല. കാരണം പ്രതിഫലം ആഗ്രഹിക്കാതെ കൊടുക്കണം, അതിനെ മന്ന എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ആ പ്രതിഫലം മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയേറെ ശുദ്ധവാനായ, അത്രയേറെ വ്യക്തതയുള്ള, വിദഗ്ധതയുള്ള ശുദ്ധമായ ഒരു വസ്തു ലോകത്ത് കണ്ടിട്ടില്ല. അതന്നെ അള്ളാഹു പറഞ്ഞ അതാണ്, ഞാൻ വെറുതെ കൊടുക്കാണ്, തിരിച്ചൊരൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്റെ റസൂലിനെ ഞാൻ നൽകുന്നത് അത് പകരമൊന്നും ആഗ്രഹിക്കാതെയാണ്. കൃത്യമായി അള്ളാഹു പറഞ്ഞു, ശുദ്ധമായ ഏറ്റവും നല്ലൊരു വസ്തുവാണ് മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശുദ്ധമായ വസ്തു ഒന്നും വേണ്ട, വെറുതെ ഗൂഗിൾ എടുത്തിട്ട് വെറുതെ സെർച്ച് നോക്കിയാൽ മതി. എന്താ അടിച്ചു നോക്കി, നിങ്ങൾ അടിച്ചു നോക്കി കഴിഞ്ഞാല് മിക്കവാറും ആദ്യം വരിക മുത്തനബി മുഹമ്മദ് മുസ്തഫ, പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടിച്ചു നോക്കിയിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ മേത്തേക്ക് വേണ്ട, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വരാം, അങ്ങനെ സാധ്യത ഉണ്ട്. അപ്പൊ ലോകത്ത് അത് തത്തുല്യമായ ഒരു വ്യക്തി ഈ ലോകത്ത് വന്നിട്ടില്ല. അതാണ് ഖുർആനും പറഞ്ഞത്, അത് മന്നല്ല, ഞാൻ കനിഞ്ഞു തന്നു എന്നൊക്കെ പറയാൻ, കനിഞ്ഞരുളി എന്നൊക്കെ പഴയ മലയാളത്തിൽ പറയാറുണ്ട്. അങ്ങനത്തെ ഒരു സാധനമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പറഞ്ഞത്. ഇങ്ങനെയായിരുന്നു റസൂൽ. പിന്നെയോ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് കൃത്യമായി പറയുന്നുണ്ട്, നമ്മളൊക്കെ കേട്ടതാണ്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ നബിയേ, ഓ നബിയേ, ഇത് നബിയോടുള്ള കൽപ്പനയാണ്, ഇത് നബിയോടുള്ള ആജ്ഞയാണ്. പക്ഷേ പാഠം ലോക സകല ജനങ്ങൾക്കുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. ഓ നബിയേ, സർവ്വലോകങ്ങൾക്കും ഐശ്വര്യമായിട്ടല്ലാതെ, സർവ്വലോകങ്ങൾക്കും കാരുണ്യമായിട്ടല്ലാതെ താങ്കളെ നാം നിയോഗിച്ചിട്ടല്ല നബിയേ. ഖുർആൻ പറഞ്ഞത് വ്യക്തമാണ്, റഹ്മത്ത് എന്നാണ് പറഞ്ഞത്. അതൊരു കരുണയാണ്, അതൊരു കരുണയുടെ പ്രതിഭാസമാണ്. തത്തുല്യമായ കരുണ ലോകത്ത് വന്നിട്ടില്ല, ലോകത്ത് കാണാൻ കഴിയില്ല. പ്രവാചകരെ, അങ്ങ് കരുണയാണ്, അങ്ങ് കരുണ ചെയ്യുന്നവനല്ല, മറിച്ച് അങ്ങ് കരുണ തന്നെയാണ്. അങ്ങ് ശത്രുവിനും കരുണയാണ്, അങ്ങ് മിത്രത്തിനും കരുണയാണ്, അങ്ങ് മനുഷ്യകുലത്തിനു മുഴുവൻ കരുണയാണ്, അങ്ങ് സസ്യജന്തുജാലങ്ങൾക്ക് കരുണയാണ്, ഈ ലോകത്തിന് മുഴുവനും കരുണയാണ്. മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആലമീൻ എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാവർക്കും, ഒരാളും ഒഴിവാവില്ല, എല്ലാവർക്കും കരുണ. ശത്രുവിനും കരുണ, മിത്രത്തിനും കരുണ. അപ്പൊ സംശയം ഉണ്ടാവും, എങ്ങനെ ഇപ്പൊ റസൂലുള്ള ശത്രുക്ക് കരുണയോട് കൂടെ നിൽക്കുകയാണെങ്കിൽ കരുണ ചെയ്യും. അതല്ലല്ലോ അങ്ങനെ തന്നെ. നമ്മളെ പണിക്കാരുണ്ടെങ്കിൽ നമ്മൾ നല്ലവണ്ണം കൊടുക്കും. അയലക്കത്തോടെ പണിക്കാരനാണെങ്കിൽ കൊടുക്കാൻ കുറച്ച് അടങ്ങുന്നുണ്ടാവും. അവനാന്റെ ആളാവുമ്പോൾ കുറച്ച് കൊടുക്കും, അപ്പുറത്തുള്ള ആളാവുമ്പോ കൊടുക്കാൻ ചെറിയ പ്രയാസം മനുഷ്യനുണ്ടാവും. എന്നാൽ നബി അങ്ങനല്ല. ശത്രുവിനും നബി റഹ്മത്താണ്, മിത്രത്തിനും നബി റഹ്മത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ആവുന്നത്? ഈ ആയത്ത് വെച്ചിട്ട് ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നത്, ഈ ആയത്തിൽ അള്ളാഹു പറയുന്നതിന് കൃത്യമായ ഉപമയുണ്ട്. ഒരു നാട്ടിൽ, തീരെ വെള്ളമില്ലാത്തൊരു നാട്ടിൽ നല്ല ഒരു അരുവിയുണ്ട്. നല്ലൊരു അരുവി, വെള്ളം വളരെ കുറവാണ്. ആ നാട്ടിൽ നല്ല ശുദ്ധമായ, സമ്പൽ സമൃദ്ധമായ ഒരു വെള്ളമുള്ള നല്ല ഒരു അരുവി ഒരു നാട്ടിലുണ്ട്. ഒരുപാട് ജനങ്ങൾ ആ അരുവിയിൽ വെള്ളമെടുക്കുന്നു, അവർ കൃഷിക്ക് ഉപയോഗിക്കുന്നു, മറ്റു വസ്തുക്കൾക്ക് ഉപയോഗിക്കുന്നു, ഒരുപാട് കൃഷി ചെയ്യുന്നു, ഒരുപാട് സമ്പത്തുണ്ടാക്കുന്നു, വലിയ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നു. ഒരു ഭാഗത്ത് ഇതൊക്കെ നടക്കുമ്പോ മറ്റേ ഭാഗത്ത് ഞാൻ ആ ഭാഗത്തേക്കേ ഇല്ല എന്ന് പറഞ്ഞ് ഒരു മൂലൊക്കെ ഒതുങ്ങി നിൽക്കുന്ന ഒരു ഭാഗം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും വെള്ളമുള്ള കേരളത്തിൽ ഒരു പൊതുകിണറുണ്ടെങ്കിൽ അതിൽ എത്ര മോട്ടർ ഉണ്ടാവും? അങ്ങനെയല്ലേ മനുഷ്യന്റെ കഥ.
എന്നാൽ അതേ സമയത്ത് തീരെ വെള്ളമില്ലാത്തൊരു നാട്ടിൽ ആകെ വെള്ളത്തിന് അരുവിണ്ടായിട്ട് അതീ നിൽക്കാൻ എനിക്ക് ആ വെള്ളമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മാറി നിൽക്കണവന്റെ അവസ്ഥ എത്ര ദയനീയമായിരിക്കും. ഇത് നബിയുടെ ഉദാഹരണമാണ്. ഈ അരുവിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അരുവി ആരൊക്കെ പരമാവധി വെള്ളമെടുത്തോ അത് ഉപയോഗിച്ചോ അവരൊക്കെ രക്ഷപ്പെടും. അല്ലാത്തവരോ കുറച്ചടങ്ങാറാവും, മിക്കവാറും ഒരു പരാജയത്തിന് വക്കിലെത്തും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. ഇത് നബിയുടെ ഉദാഹരണം. ഇങ്ങനെയായിരുന്നു നബി. റഹ്മത്താണ്, കരുണയാണ്. ആർക്ക് കരുണ? നമുക്കാണ് കരുണ. നമ്മളാണ് കരുണയെ ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിക്കുമ്പോ അതിന് വലിയ വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു റഹ്മത്താണ്, കരുണയാണ്. ശത്രുവിനും കരുണ, മിത്രത്തിനും കരുണ. എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾക്ക് കരുണയായത്? ഒരുപാട് സംഭവങ്ങൾ അതിവിശാലമാണ്. ഒരിക്കൽ കുറച്ച് ആളുകൾ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദറത്തിലേക്ക് വന്നു. പുതുമുസ്ലിമീങ്ങളാണ്. ദൂരെ ഏതോ ഒരു നാട്ടിലുള്ള ഗോത്രക്കാർ വിഭാഗമാണ്. അവർ ചെന്ന് ആവശ്യപ്പെടുന്നത് ഒരു വ്യത്യസ്തമായ ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞങ്ങളുടെ ഗോത്രത്തിന് ദീന് പഠിക്കണം, ഞങ്ങളുടെ ഗോത്രത്തിന് ഇസ്ലാമിനെ പഠിക്കണം. അതുകൊണ്ട് റസൂലേ, അങ്ങ് കുറച്ചാളുകളെ, ചില ആളുകൾ മാത്രമല്ല, അവർ പണ്ഡിതന്മാരാവണം. ദീൻ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഹാഫിളീങ്ങളായ ഖുർആൻ പണ്ഡിതന്മാരായ ചില സ്വഹാബികളെ ഞങ്ങൾക്ക് വിട്ടുതരണം. ഞങ്ങളെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഞങ്ങളുടെ തലമുറ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്, പരിശുദ്ധമായ ദീനിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് കുറച്ച് സഹാബികളെ, പണ്ഡിതന്മാരായ സഹാബികളെ അങ്ങ് നിയോഗിക്കണം നബിയേ. കേൾക്കുന്നതാരാണ്? കേൾക്കുന്നതാരാണ്? അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ത്വായിഫിന്റെ 6 മണ്ണിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോരയൊലിക്കുന്ന കാലുമായിട്ട് പോയത് ദീൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ നബി എങ്ങനെയാണ് തടസ്സം നിൽക്കുക? ആ നബി എങ്ങനെയാണ് വേണ്ടെന്ന് പറയുക? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ല മനുഷ്യരെ, നിങ്ങൾക്ക് പഠിക്കല് ദീനാണെങ്കിൽ, അല്ലാഹുവിന്റെ ഇസ്ലാമാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടതെങ്കിൽ 70 പണ്ഡിതന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. 70 പണ്ഡിതന്മാർ ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളീങ്ങളായ, ഖാരികളായ 70 സഹാബികളെ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണ്. അവർ യാത്രയായി, 70 ആളെയും കൂട്ടി അവർ യാത്രയായി. പക്ഷേ പാതിമണിയിലെത്തിയപ്പോഴാണ് ചതിയുടെ കുതന്ത്രം മനസ്സിലാവുന്നത്. ഇവർ മുനാഫിക്കായിരുന്നു, ഇവർ ശത്രുക്കളായിരുന്നു. അവരുടെ ഉദ്ദേശം ദീൻ പഠിപ്പിക്കാനല്ല, ദീനിനെ വളർത്തെടുക്കാനല്ല, പകരം ദീനിനെ തകർക്കലായിരുന്നു. ഈ 70 ആളുകളെയും അവർ കൊന്നു കളയുകയാണ്. എങ്ങനെ ഉണ്ടാവും? നബിന്റെ അടുക്കൽ പൂച്ചനെ പോലെ വന്നിട്ട് 70 സ്വഹാബികൾ. നമ്മളെ കേരളത്തിൽ 70 മൂല്യന്മാര്, നല്ല തലയെടുപ്പുള്ള 70 മൂല്യന്മാരെ ആരും തട്ടിക്കൊണ്ടിട്ട് കൊന്നാ എങ്ങനെ ഉണ്ടാവും നമുക്ക്? ഇത് നബിന്റെ മുമ്പിൽ പഠിച്ച 70 ആളുകളെ കൊണ്ടുപോയി വടിയിൽ വെച്ചിട്ട് കൊന്നു. എങ്ങനെ കൊന്നു? പിന്നെന്ന് കുത്തിക്കൊന്നു. മുമ്പ് നാളെ ചെറിയ ആശ്വാസം ഉണ്ടാവും. തല്ലുടി തോറ്റാലുണ്ടാവില്ല പറയില്ല നമ്മള്, തല്ലുടി തോറ്റിക്കല്ലേ, അങ്ങനെയൊന്നും പറയാം. ഇത് അതിന് വകുപ്പില്ല. ബാക്കൊന്ന് കുത്തിക്കൊന്നു. കുറച്ചാളുകളെ അവർ പിടിച്ചു വെച്ചു. അവരെ മക്കയുടെ മധ്യത്തിൽ കൊണ്ടുപോയി തൂക്കിക്കൊന്നു. നബിക്ക് വാർത്തയറിഞ്ഞു. സ്വഹാബികൾ പറഞ്ഞു, നബി ദുഃഖിച്ചു. ദുഃഖം പറഞ്ഞാൽ അപാരമായ ദുഃഖം, ഭയങ്കര ദുഃഖം. കാരണം ദീന് വളർത്താൻ 70 ആളാണ്. അന്ന് നമ്മളെ നാട്ടിൽ ഖുർആനിൽ ലിസ്റ്റ് ഒന്നുമില്ല, പേപ്പറൊന്നുമില്ല. ഓരോ മരത്തിന്റെ പലക അല്ലെങ്കിൽ എല്ലിന്റെ മേലിൽ ഇവിടെ ഖുർആൻ കിടക്കുന്നത്. ഇതൊക്കെ പഠിച്ച സ്വഹാബികളുടെ കഴിവത്ര ഉണ്ടാവും. അങ്ങനത്തെ 70 ആളെയാണ് കൊണ്ടുപോയിട്ട് കൊന്നു കളഞ്ഞത്. നബി വല്ലാത്ത സങ്കടത്തിലിരിക്കാണ്. ആ സമയത്താണ് സ്വഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞത്, അല്ലയോ നബിയെ, നബിയെ, അങ്ങ് വളരെ ദുഃഖിതനാണ്. ഞങ്ങൾക്കും ദുഃഖമുണ്ട്. ഞങ്ങളുടെ ഉപ്പമാരാണ്, ഞങ്ങളുടെ ഉമ്മമാരുടെ ഭർത്താക്കന്മാരാണ്, അതിപുറ ഞങ്ങളുടെ മക്കളാണ്, ഞങ്ങളുടെ മകളുടെ പെൺമക്കളുടെ ഭർത്താക്കന്മാരാണ്. എല്ലാവരും ഷഹീദായി നബിയെ. അതുകൊണ്ട് നബിയെ, യാ റസൂലല്ലാഹ്, ഉദൂ അലൽ മുശ്രികീൻ, നബിയെ അങ്ങൊന്ന് പ്രാർത്ഥിക്കുക, അങ്ങൊന്ന് ദുആ ചെയ്യുക. അലൽ മുശ്രികീൻ, മുശ്രികീങ്ങൾക്കെതിരിൽ, അവരുടെ നാശ
നാശത്തിന് അങ്ങൊന്ന് ദുആ ചെയ്യണം, അങ്ങൊന്ന് പ്രാർത്ഥിക്കണം. ഇത് ലോക പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ലോക പ്രവാചകന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. എപ്പോൾ ദുആ ചെയ്തോ അപ്പോൾ പ്രാർത്ഥന ഇറങ്ങുമെന്നത്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നത് വളരെ വ്യക്തമാണ്. ഒന്ന് പ്രാർത്ഥിക്കൂ നബിയെ, സങ്കടം സഹിക്കാൻ വയ്യ നബിയെ, ഒന്ന് പ്രാർത്ഥിക്കൂ ഹബീബേ. ആ സമയത്താണ് ലോകത്ത് ഇത്തരത്തിലൊരു വാക്കാരാണ് പറഞ്ഞത്, അല്ല നബിയെ അങ്ങനല്ലാതെ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്രയും വേദനയുടെ മുൾമുനയിൽ നിൽക്കുമ്പോഴും നബി പറഞ്ഞ വാക്ക് ഒരേ ഒരു വാക്കാണ്, ഇന്നീലം ഉബറസലഅനാ വ ഇന്നമാ ബുഇത്തു റഹ്മാ. നബി പറഞ്ഞു 70 ആളെ കൊന്നു, ഒരു ബോഡിയും കൂടി കിട്ടിയില്ല. ബോഡി കത്തിച്ചു കളയാനും മുറിച്ച് കഷ്ണം പീസ് ആക്കാനൊക്കെ ശത്രു ഉദ്ദേശിച്ചു എന്ന് ഹദീസിൽ കാണാം. അത് അള്ളാഹു മരുഭൂമിയിൽ വെച്ചിട്ട് മൂടിയെന്നാണ്. ഖബറും കൂടി എവിടെയെന്ന് അറിയില്ല. അത്തരത്തിൽ കാട്ടിയ ആൾക്കാർക്കെതിരെ ദ്വാരക്കാൻ വന്നപ്പോ നബി പറഞ്ഞത് ഇന്നമാലം എന്നെ ശപിക്കുന്നവനായിട്ടല്ല അല്ലാഹു അയച്ചത്. പിന്നെ എങ്ങനെ അയച്ചത്? ഞാൻ കരുണയാണ്, ദ്വാരക്കാൻ കഴിയില്ല. ഇങ്ങനെ കാട്ടിയ ആൾക്കാർക്കെതിരെ ദ്വാരക്കാൻ നബിക്ക് കഴിയൂല. ഞാൻ റഹ്മത്താണ്, ഞാൻ കരുണയാണ്, എനിക്ക് ദ്വാരക്കാൻ കഴിയില്ല. ഞാൻ ശപിക്കുന്നവരല്ല, ലോകത്തിന് കരുണയാണ് ഞാൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുണ്ടാവുക ഇങ്ങനെ ലോകത്തിന് മനുഷ്യൻ? ആർക്കും കഴിയുമിത്? അപ്പൊ ചില ആളുകൾ സംശയം ഉണ്ടാവും, കുറച്ച് കടന്ന കയ്യല്ലേ, 70 ആളെ കൊന്നിട്ട് വെറുതെ ഓസിക്ക് വിട്ടുകൊടുക്കുക, അത് കടന്ന കയ്യല്ലേ? അവിടെയാണ് റസൂലുള്ളാഹിന്റെ ആഴത്തിലുള്ള ഒരു മനസ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ത്വായിഫിലും ഇതേ പരിപാടി നടന്നു. നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനെ കേട്ടതാ, കല്ലെറിഞ്ഞപ്പോ 2 മലന്റെ ഇടയിൽ വെച്ചിട്ട് ഒരൊറ്റ പീസിൽ ജാമാക്കി കൊല്ലാന്ന് ഓപ്ഷൻ കൊടുത്താണ് ജിബ്രീൽ അലൈഹിസ്സലാം. വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കി. അവിടെ നബി ഒഴിവാക്കാൻ എന്താണ് ഒഴിവാക്കേണ്ട കാരണം? അത് പിൽക്കാലത്ത് മനസ്സിലായിട്ടുണ്ട് സഹാബത്തിന്. നബിയുടെ വഫാത്തിന് ശേഷം മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് കാര്യത്തിൽ അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഖുർആൻ പോലും വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നല്ല മാതൃക, നല്ല ഒരു മാതൃക, മഹിതമായ മാതൃക തീർത്ത മഹനീയ വ്യക്തിത്വമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് നബി ചെയ്യാൻ കാരണം? നബിക്ക് വളരെയേറെ സങ്കടമായ ഒരു കാര്യമാണ് ഉഹദ് യുദ്ധത്തിൽ തന്റെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു തആലാവിനെ വധിച്ച സംഭവം. നമ്മളൊക്കെ കുട്ടിക്കാലം മുതലേ കേട്ട സംഭവമാണത്. വഹ്ഷി എന്ന് പറയുന്ന ഒരു അടിമ, നീഗ്രോ അടിമ, അബൂജഹലിന്റെ മകളായ ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണിന്റെ കൽപ്പന കൊണ്ട് ഉഹദിന്റെ രണാങ്കളത്തിലേക്ക് പോയിട്ട് ഒളിഞ്ഞു നിന്ന് ചാട്ടാറുളി കൊണ്ട് എറിഞ്ഞു കൊലപ്പെടുത്തിയ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹു. എന്തൊരു ധീരനായിരുന്നു ഹംസ റളിയല്ലാഹു. പിടിച്ചാ കിട്ടൂല, അത്ര ധീരനാണ്. എഴുന്നിട്ടാ കൊന്നത്. അല്ലെങ്കിലും ആണുങ്ങളുടെ മുട്ടിലെ കുറച്ച് പണിയാ. ഉമർ റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന് ബാക്കുന്ന കൊണ്ട് മുമ്പിൽ നിൽക്കാൻ കഴിയില്ല. അലി റളിയല്ലാഹു തആല അൻഹു സുബഹിക്ക് പോകുമ്പോഴാ വന്നത്. മുമ്പിൽ നിൽക്കാൻ ആണായി പറ്റൊരുത്തനെ കൊണ്ട് കഴിയില്ല. അതായിരുന്നു സ്വഹാബത്ത്. വിഷയം വിശാലമായതുകൊണ്ട് എനിക്കൊന്നും നടക്കുന്നില്ല. ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ വധിച്ചു. ഉഹദിന്റെ രണാങ്കളത്തിൽ പാറ കൊണ്ടുവന്നിട്ട് തലയിലിട്ട് അടിച്ച് തല കാണാൻ പറ്റാത്ത കോലത്തിലാക്കി. ജീവനുണ്ടായിരിക്കെ അവയവങ്ങൾ മുറിച്ചു, വയറ് കീറി, കരള് പുറത്തെടുത്തു. ഹിന്ദെന്ന് പറയുന്ന പെണ്ണ് വന്നിട്ട് പച്ചക്കരൾ കടിച്ചു ചവച്ച് ഇറക്കാൻ നോക്കി. ഇറക്കാൻ പറ്റിയില്ല, തൊണ്ടേ കുടുങ്ങി, പുറത്ത് ഛർദ്ദിച്ചു കളഞ്ഞു. എത്ര സംഘം ഉണ്ടാവും? തങ്ങൾക്ക് ആദ്യമായി കൂടെ കൂടിയ ആളാണ് ഹംസ റളിയല്ലാഹു. ഭയങ്കര സംഭവമല്ലേ, ഭയങ്കര പ്രയാസം നബിക്ക് വന്നു. ഈ പണിയൊക്കെ ഒപ്പിച്ച ആൾക്കാര് അവസാനം നബിന്റെ കാൽച്ചുവട്ടിൽ തന്നെ വന്നു. അതല്ലല്ലോ അങ്ങനെ തന്നെയാണ്. എത്ര പൂച്ച കട്ടാലും കാലിന് വിട്ടിങ്ങനെ പാലുടിച്ച വരുന്നു പറഞ്ഞ മാതിരി അവസാനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാൽച്ചുവട്ടിലേക്ക് വന്നു. വഹ്ശി വന്നു, ഈ പറഞ്ഞ കരള് ചവച്ച ഹിന്ദു വന്നു. എല്ലാരും വന്ന് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതായിരുന്നു നബിന്റെ പ്ലാനിങ്. അന്ന് ആ ദേശത്ത് ദ്വാരന്ന ആട് പോവും, മറ്റൊന്നും കിട്ടൂല. ഈ വഹ്ശി മുസ്ലിമായി, ഹിന്ദു മുസ്ലിമായി, ഹിന്ദിന്റെ പുതിയാപ്പിള അബൂ സുഫിയാൻ മുസ്ലിമായി, എല്ലാരും മുസ്ലിമായി. മുസ്ലിമായെന്ന് മാത്രമല്ല, ഇവരെ കൊണ്ട് ഇസ്ലാമിന് പിന്നീട് വലിയ നിഅമത്ത് കിട്ടി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഫാത്ത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിലേറിയ സമയത്ത് കള്ള പ്രവാചകന്മാരുടെ ഒരു വലിയ നിര തന്നെ വന്നു. ഒരുപാട് പ്രയാസങ്ങൾ വന്ന സമയമാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു തആലാവിന്റെ ഭരണകാലഘട്ടം. അതിൽ വലിയ കള്ളനായിരുന്നു മുസൈലിമത്തുൽ കദ്ദാബ്. പേരിന്റെ പൊയ്ച്ചോളൂ, സ്വഭാവം കൊണ്ട് അർത്ഥപ്പെടൂലേ, അതേപോലെ അറബിയുടെ പേരാണ് കദ്ദാബ്, നോള പറഞ്ഞിട്ടെ. നൊളയനായ മുസൈലിമ എന്നാണ് അർത്ഥം. ഭയങ്കര ഷർറായിരുന്നു, ഭയങ്കര ഷർറ്. ഒരു നബിച്ച് വന്നിരുന്നു, നബിച്ച് ആ പെണ്ണ് ഞാൻ നബിയാണെന്നായിട്ട് വന്നിരുന്നു. അപ്പൊ രണ്ടും ജോയിന്റ് ആയിട്ട് ഈ മുസൈലിമ മുപ്പത്തിനെ കല്യാണം കഴിച്ചു. നബിയും നബിച്ചും കല്യാണം കഴിച്ചാൽ ജോയിന്റ് ആവുമല്ലോ, അത് കല്യാണം കഴിച്ചു പോയി. അങ്ങനെ ഭയങ്കര ഷെറോട് നിറഞ്ഞ സമയത്ത് ചരിത്രം നോക്കും നിങ്ങൾ. ഈ മുസൈലിമയെ വധിച്ചത് ഇത്രയേറെ സ്വഹാബികൾ ഉണ്ടായിട്ട് ഈ മുസൈലിമയെ കൊന്നത്, ലോക മുസ്ലിമീങ്ങൾക്ക് വലിയ ഷെറിൽ നിന്നും മോക്ഷം കൊടുത്തത് ഹംസ റളിയല്ലാഹു തആലാവിനെ ചാട്ടുളി കൊണ്ടെറിഞ്ഞ അതേ വഹ്ശി, അതേ ചാട്ടുളി കൊണ്ട് ഈ മുസൈലിമയുടെ കഴുത്തിലേക്ക് എറിഞ്ഞെന്ന് ചരിത്രം പറയുന്നുണ്ട്. ആരായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി കണ്ടു ഇത് ലോക മുസ്ലിമീങ്ങൾക്ക് പാരയായി വന്നവരെ കൊന്നത് ഇതേ വഹ്ശിയാണ്, ഇതേ ചാട്ടുളിയാണ്. ഇതായിരുന്നു നബിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര അപാരമായ കഴിവാണിത്. ഇത് രണ്ടാളെ ഉദാഹരണം മാത്രം. വേറെയും എത്രയോ വ്യക്തിത്വങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കരുണ കൊണ്ട് ലോകത്ത് വിജയിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ പറയാം, വഹ്ശി കേൾക്കുമ്പോ പറയണം റളിയല്ലാഹു തആല അൻഹു സ്വഹാബികളിൽ ഏറ്റവും പദവി കുറഞ്ഞ ആളാണ് വഹ്ശി. നബിന്റെ മനസ്സ് വേദനിപ്പിച്ചത് പറഞ്ഞാൽ ഏറ്റവും പ്രയാസം നബിക്ക് വരുത്തി വെച്ച ഒരാളാണ് വഹ്ശി. അതുകൊണ്ട് നബി വഹ്ശി മുന്നിൽ നിന്നാ പറയും, അല്ല വഹ്ശിയെ ഇതിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ട, ഒന്നങ്ങോട്ട് നീങ്ങി നിന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ മനസ്സിന് പ്രയാസം വരികയാണ്. എന്റെ മുഖം കാണുമ്പോ എന്റെ എളാപ്പാന്റെ മുഖം എനിക്ക് ഓർമ്മ വരികയാണ്. ഉഹദിന്റെ രണാങ്കത്തിൽ തല്ലി ചതച്ചിട്ട ആ മുഖം എനിക്ക് ഓർമ്മ വരികയാണ്. എനിക്കത് വരുമ്പോ നിന്റെ മേൽ പ്രയാസം ഉണ്ടാവും. അപ്പോ അത് നിന്റെ പാരത്രിക ലോകത്തിന്റെ വിജയത്തിന് തടസ്സമാകും വഹ്ശി. അതുകൊണ്ട് ഈ ഒരു മൂലക്കോട് മാറി നിൽക്കണം പറഞ്ഞ് മാറ്റി നിർത്താന്ന് പറയുമ്പോ എത്ര അടങ്ങേറുണ്ടാവും വഹ്ശിക്ക്. സ്വഹാബികൾ താഴ്ന്ന വ്യക്തി വഹ്ശിയാണെന്നാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് വേദനിപ്പിച്ചു. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. നബിയുടെ ഹുബ്ബ് മഹബ്ബത്ത് അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ഇത്ര ശത്രുക്കൾക്കുള്ള കരുണ, ആ ശത്രുക്കൾക്ക് ചില്ലറെ കരുണ കിട്ടിയത് അതേ പ്രകാരം മിത്രങ്ങൾക്കും ഒരുപാട് കരുണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കരുണ. കരുണ എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തെ കരുണ വേറെ ഉണ്ടാവില്ല. അതിന് മികച്ച ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു. നബിയുടെ വളർത്തു പുത്രൻ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ഹിബ്ബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അദ്ദേഹത്തിന്റെ വിളിപ്പേര് തന്നെ. നബിയുടെ ഇഷ്ടമിത്രം, നബിയുടെ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ എന്നാണ് ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് സ്വഹാബികൾ പറഞ്ഞു പോയത്. ആരായിരുന്നു സെയ്ദ് ബിൻ ഹാരിസ? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു പാവം നല്ല ഒരു കുടുംബത്തിൽ ജീവിച്ച മനുഷ്യനാണ്, ജനിച്ച മനുഷ്യനാണ്. ഒരിക്കൽ തന്റെ മാതാവിന്റെ ഗോത്രമായ ബനൂമാൻ ഗോത്രത്തിലേക്ക് യാത്ര പോയി. പ്രിയ മാതാവിനോടുകൂടെ യാത്ര പോവുകയാണ്. ഉമ്മാന്റെ കുടുംബങ്ങളെ കാണാൻ, സന്തോഷം പകരാൻ. നമ്മുടെ കുട്ടികളൊക്കെ അവധി കിട്ടുമ്പോ ഉമ്മാരുടെ വീട്ടിലേക്ക് പോകുന്ന പോലെ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു ഉമ്മാന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ബനൂമാൻ ഗോത്രത്തിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് ബനൂമാൻ ഗോത്രം ആക്രമിക്കപ്പെടുന്നത്. കൊള്ളക്കാർ കടന്നു വരികയാണ്. ഗോത്രം മുഴുവൻ തച്ചു തകർക്കുകയാണ്, കൊള്ളയടിക്കുകയാണ്, കുട്ടികളെ അറസ്റ്റ് ചെയ്യുകയാണ്, ബലമായി പിടിച്ചു കൊണ്ടുപോവുകയാണ്. ആ പിടിച്ചു കൊണ്ടുപോയ തടവുകാരിൽ ഈ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു അകപ്പെടുകയാണ്. ഉമ്മയെ വേർപിരിഞ്ഞു, ഉപ്പയെ വേർപിരിഞ്ഞു. പിഞ്ചു കുഞ്ഞിന്റെ ഹൃദയം വല്ലാത്ത വേദനയാൽ തുടിച്ചു. കരഞ്ഞു കരഞ്ഞ രാവുകൾ ഒരുപാട് നീണ്ടുപോയി. ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ അടിമ ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. അടിമ കച്ചവടക്കാർ മക്കയിൽ കൊണ്ടുപോയി. അന്ന് മക്കയിലെ സമ്പന്നയാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര
റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആദ്യ പത്നി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്നതിന്റെയും മുമ്പ് ഈ സെയ്ദിനെ കാശ് കൊടുത്ത് വാങ്ങുകയാണ്. 400 ദിർഹം എണ്ണി കൊടുത്തിട്ട് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെ വാങ്ങുകയാണ്. സെയ്ദിനെ വാങ്ങി തന്റെ അടിമയായി നിയോഗിക്കുകയാണ്. കാലങ്ങൾ കടന്നുപോയി. ബഹുമാനപ്പെട്ട സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ബഹുമാനപ്പെട്ട ഖദീജ ബീവിയുടെ ഭർത്താവായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കല്യാണം കഴിച്ചപ്പോ അടിമയായ ഈ സെയ്ദിനെ നിങ്ങൾ എടുത്തോളി മനുഷ്യാന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ കൊടുത്തു. നബി ആൺകുട്ടികളില്ലാത്ത നബി വല്ലാതെ സ്നേഹിച്ചു. സെയ്ദിനെ സ്വന്തം പുത്രനെ പോലെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാവണമെങ്കിൽ അടുത്ത സംഭവം വരണം. മക്ക ഹജ്ജ് ചെയ്യുന്ന കാലഘട്ടമാണ്. എല്ലാ കാലത്തും ജാഹിലിയ കാലഘട്ടത്തിലും ഹജ്ജ് ഉണ്ട്. നമ്മളെ ഹജ്ജല്ല, ഓരോ കാട്ടിക്കൂട്ടൽ ഹജ്ജ് അന്നുണ്ട്. ഹജ്ജിന് ഈ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആലാവിന്റെ പിതാവായ ഹാരിസ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗോത്രമുണ്ട്. ആ ഗോത്രക്കാർ അവിടെ വന്നു. കൽബ് ഗോത്രം. ആ ഗോത്രത്തിൽ ഒരുപാട് ആളുകൾ മക്കത്ത് ഹജ്ജിന് വന്നു. ഹജ്ജിന് വന്നപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ നമ്മുടെ ഹാരിസന്റെ മോന് സെയ്ദ്, പണ്ടെങ്കാരോ കൊള്ളക്കാരോ പിടിച്ചുകൊണ്ടുപോയ സെയ്ദിന്റെ ഇത്രേ മുഹമ്മദിന്റെ വീട്ടിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഉണ്ട്. എല്ലാരും വിവരം നേരെ പോയി കൽബ് ഗോത്രത്തിൽ പോയി പറഞ്ഞു, അല്ല ഹാരിസ, നിന്റെ മകൻ മക്കയിലുണ്ട്. മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ കീഴിൽ നിന്റെ മകനുണ്ട്. എല്ലാവരും പോയി ഉമ്മയും വാപ്പി എല്ലാരും കൂടി കെട്ടും കെട്ടി ഒട്ടകത്തിന്റെ പോലെ മക്കത്തേക്ക് പോയി. എന്തിന്? മകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഉമ്മ വന്നു, ഉപ്പ വന്നു. ആദ്യം നബിനെ കണ്ടു പറഞ്ഞു, അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ കുട്ടി നിങ്ങളെ കയ്യിലാണ്. ഓനെ കൊള്ളക്കാര് പിടിച്ചു കൊണ്ടുപോയി അടിമച്ചന്തയിൽ വിറ്റതാണ്. എന്റെ ചോരയിലുണ്ടായ എന്റെ കുട്ടിയാണ്. ഉപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, എന്റെ പള്ളിയിൽ 10 മാസം ഞാൻ പെറ്റ എന്റെ മോനാണ്, തിരിച്ചു തരണം. നബി പറഞ്ഞു, ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. സെയ്ദിനാണ് ഞാൻ ഓപ്ഷൻ കൊടുക്കുന്നത്. അവൻ സമ്മതിക്കുകയാണെങ്കിൽ എനിക്കൊരു 10 പൈസ തരണ്ട. എന്റെ മുതിർന്ന ഖദീജ 400 ദിർഹം കൊടുത്ത് വാങ്ങിയതാണ്. സാരല്ല, ഞാൻ തരും, നിങ്ങൾക്ക് കൊണ്ടുപോവാ. നബി ഓപ്ഷൻ കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ സെയ്ദിനെ വിളിച്ചിട്ട് പറഞ്ഞു, അല്ലയോ സെയ്ദേ, നീ എന്റെ കൂടെ ജീവിച്ചവനാണ്. അന്റെ അപ്പാനെയും അന്റെ ഉമ്മാനെയും കൂടെയും ജീവിച്ചിട്ടുണ്ട്. അത് കുട്ടിപ്രായത്തിൽ. ഇപ്പൊ വയസ്സായ കുറെ ആൾക്കാരല്ലേ, നിങ്ങളുടെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം കുട്ടിക്കാലം ഇരിക്കും. ഉമ്മാനെ സ്നേഹം കിട്ടി നല്ല കാലഘട്ടം. ആ കാലഘട്ടത്തിൽ തന്നെ ഉമ്മാന്റെ ഉപ്പാനെയും കൂടെ ജീവിച്ച ആളാണ്. അതേപോലെ എന്റെ കൂടെയും നീ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സെയ്ദേ, ഓപ്ഷൻ ഞാൻ നിനക്ക് നൽകുകയാണ്. ഒന്നുകിൽ നിനക്ക് അവരോട് കൂടെ പോകാം, നിന്റെ ബന്ധുപറ്റ നിന്റെ മാതാവിന്റെ കൂടെ പോവാം. അതുമല്ലെങ്കിൽ സെയ്ദേ, നിനക്ക് എന്റെ കൂടെ ഈ മക്കയിൽ നിൽക്കാം. നിനക്കാണ് ഓപ്ഷൻ തരുന്നത്. അവിടെയാണ് നമുക്ക് പറയാനുള്ളത്. അവിടെയാണ് സെയ്ദ് പറഞ്ഞത്. ചരിത്രത്തിന്റെ തങ്കലിപികളിൽ ഉല്ലേഖനം ചെയ്യേണ്ട ഒരു വാക്ക് സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതാണ്. നമ്മളൊക്കെ നിരന്തരം പാടുന്നത് പറയുന്നത്, അൻത ഉമ്മുൻ അം അബൂൻ മാ റഅയ്നാ ഫീഹി മാ മിസ്ല حسنك قط يا سيدي خير النبي അങ്ങാണൻ മാതാപിതാ കണ്ടില്ല ഞാനിവയൊന്നും അങ്ങേ പോലാരിലും സയ്യിദാം തിരുനബിയോരേ അസ്സലാത്തു അല നബി വസ്സലാമു അല റസൂൽ الشافع الأبطاحي والحبيب العربي. സെയ്ദ് പറഞ്ഞ വാക്കെന്താണ്? ഇല്ല നബിയേ, ഇല്ല. ഈ ലോകത്തങ്ങാണ് എന്റെ ഉപ്പ, അങ്ങാണ് എന്റെ ഉമ്മ. അങ്ങേ പോലൊരു പിതാവില്ല നബിയേ, അങ്ങേ പോലൊരു മാതാവില്ല നബിയേ. എനിക്ക് എന്റെ ഉമ്മയെ വേണ്ട, എനിക്ക് എന്റെ ഉപ്പയെ വേണ്ട. അങ്ങ് മതി നബിയെ, അങ്ങ് മാത്രം മതി നബിയെ. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിന്റെ കൈ പിടിച്ചു കൊണ്ടുവന്ന് മക്കയുടെ മുമ്പിൽ നിർത്തി പറഞ്ഞു, അല്ലയോ മക്കക്കാരെ, നിങ്ങൾ കേൾക്കുക, ഇത് സെയ്ദാണ്, ഇതെന്റെ മകനാണ്. ഇവൻ എന്റെ സ്വത്ത് അനന്തരമെടുക്കും, അവന്റെ സ്വത്ത് ഞാനും അനന്തരമെടുക്കും. എന്റെ മകനാണെന്ന് പറയുമ്പോഴാണ് മക്കക്കാര് വിളിച്ചു പറഞ്ഞത്, അത് സെയ്ദ് ബിൻ ഹാരിസയല്ല,
അത് സെയ്ദ് ഇബ്നു മുഹമ്മദാണ്. അത് മുഹമ്മദിന്റെ മകൻ സെയ്ദാണ് റളിയല്ലാഹു തആല അൻഹു. എന്താ സ്വന്തമായി വാപ്പാനി വേണ്ട. അപ്പൊ എത്ര സ്നേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയിട്ടുണ്ടാവും. അതിന്റെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ. അത് പറഞ്ഞില്ലെങ്കിൽ ഇത് വളരെ മോശമാണ്. കാരണം റബീഉൽ അവ്വൽ 12 നബി വഫാത്താവുമ്പോ അടുത്ത 6 മാസങ്ങൾക്ക് ശേഷം ഫാത്തിമ ബീബി മരണപ്പെടുകയാണ്. എന്തുകൊണ്ട്? കരഞ്ഞിട്ട് ഡെയിലി കരയാണ്. കരച്ചിലല്ലാത്ത വേറെ ഒരിതും ഫാത്തിമ ബീബിക്കില്ല. അവസാനമായി നബി ചെവിയിൽ സ്വകാര്യം പറഞ്ഞു കൊടുത്തതിൽ ഒന്ന്, ഫാത്തിമ, എന്റെ വഫാത്തിന് ശേഷം ആദ്യമായി എന്നോട് ചേർന്നത് നീയാണ് ഫാത്തിമ എന്ന് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ ചിരിച്ചത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. എത്ര വാപ്പ മരിച്ച് കരഞ്ഞ് 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 ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഇതൊരു കരുണയാണ്, ഇതൊരു സ്നേഹമാണ്. ആ സ്നേഹമാണ് നമുക്കും കിട്ടേണ്ടത്. നമുക്കത് കിട്ടണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് നമ്മൾ കൊടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവിടുത്തോട് പിൻപറ്റാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നബി പറഞ്ഞ എല്ലാ കാര്യവും അത് അതേ പ്രകാരം ചെയ്യുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. റഹ്മാൻ റഹീമായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ നീ ഖബൂൽ ചെയ്യണേ റബ്ബേ. പടച്ചവരെ, ഞങ്ങൾ എന്തൊക്കെ പറഞ്ഞോ, എന്തൊക്കെ ഇവർ കേട്ടോ, അതെല്ലാം പുണ്യ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങളാണ്. നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ റബ്ബേ. പടച്ചവനെ, നാളെ നിന്റെ ജന്നാത്തുൻ നഈമിൽ നിന്റെ അനുഗ്രഹാശിസുകൾ കൊണ്ട് തിങ്ങിറഞ്ഞ നിന്റെ സ്വർഗ്ഗ പൂങ്കാവനത്തിൽ ബഹുമാനപ്പെട്ട മുത്തനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ സംഗമിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഒരു വട്ടമെങ്കിലും മുഹബ്ബീങ്ങൾ ഏറ്റവും വലിയ ആഗ്രഹിക്കുന്ന ആ മദീന മുനവ്വറയിൽ ചെല്ലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആ റൗളാ ശരീഫിൽ ചെന്നുകൊണ്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പടച്ചവനെ, സഹാബികൾ നടന്നുപോയ ആ മണലടിപ്പാടം കാണാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. പുണ്യ ഹബീബിന്റെ സ്നേഹം കരസ്ഥമാക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. പടച്ചവനെ, ഒരു നിമിഷമെങ്കിലും, ഒരു നിമിഷം പോലും പുണ്യ നബി വെറുക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടലിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. ആ വലിയ അദാബിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ജീവിക്കുന്ന കാലം നിനക്ക് തോഴത്തിലായി തഖ്വയിലായി സ്വാലിഹീങ്ങളായി ജീവിച്ച് സ്വാലിഹീങ്ങളായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.